ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് റവയും ഉഴുന്നും വെച്ചിട്ട് ഒരു ദോശയാണ്. അപ്പം അതിലേക്ക് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, അതുപോലെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നമുക്ക് കുതിരാൻ വയ്ക്കാം. അപ്പോൾ അത് ഉഴുന്ന് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പം ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുതിരാനാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടട്ടെ. അപ്പം നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് കൂന്നിട്ടുണ്ട്. ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്ന് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് റവയാണ്. ഈ റവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വെള്ള റവയാണ്. 1 കപ്പ് റവ ഞാൻ അതിലിട്ട് കൊടുത്ത് അതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്ന് റവയും നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ റവയും ഉഴുന്നും അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് നോക്കാം. ഇതേ പരുവത്തിന് നമ്മുടെ സാധാരണ ദോശര അതേ പരുവത്തിന് തന്നെയാണ് ഇത് ആട്ടിയെടുക്കാനുള്ളത്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ അതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇത് റവയും നമ്മുടെ ഉഴുന്നും മാത്രമേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ആവശ്യമുണ്ട്. നല്ല കട്ടിയുണ്ട്. അപ്പോൾ അല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി വയ്ക്കാം. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. വെച്ച റവയും ഉഴുന്നും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കാം. അപ്പോൾ ഇതിലേക്കുള്ള തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. കുറച്ച് ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചട്നിയിൽ ഇട്ട് കൊടുക്കാം. കടായി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കടായി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടു. ഉപ്പിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ദോശ തയ്യാറാക്കി അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ഒഴിച്ചു കൊടുക്കാം. എണ്ണ തേച്ചു റവ ദോശ ഒഴിച്ചു. സ്റ്റൗ ഓഫാക്കാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റവയും ഉഴുന്നും കൊണ്ട് തയ്യാറാക്കിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പച്ചരി ഇല്ലെന്നും പറഞ്ഞ് ഒരു പക്ഷേ പച്ചരി ഇല്ലെങ്കിൽ നമ്മളത് മടിച്ച് നിൽക്കേണ്ട. റവയും ഉഴുന്നും ചേർത്തിട്ട് നല്ല സൂപ്പർ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.